നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നല്ല ചൂടാണ് അല്ലേ? നമ്മൾ ഫെബ്രുവരി ആയിട്ടുള്ളൂ. ഇനി മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും ചൂടിൻ്റെ കാഠിന്യം അധികരിച്ചു വരും അല്ലേ? കേരളത്തിൽ ഇത്രയധികം ചൂടുള്ള ഒരു സമയമാണ്. വർദ്ധിച്ച് വരികയാണ്. ജലാശയങ്ങളിലെ വെള്ളമൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ അത്ര ബുദ്ധിമുട്ടില്ല. കാരണം നമ്മുടെ കിണറ്റിലൊക്കെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട്. കാരണം വെച്ചാൽ നമ്മളിവിടെ പുഴയൊക്കെ ഒഴുകുന്നുണ്ടല്ലോ. ചിമ്മിനി ഡാമിൽ നിന്ന് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ചിമ്മിനി ഡാമുണ്ട്. അവിടെ നിന്ന് അങ്ങനെ പുഴയുണ്ട്, നന്ദിയാറുണ്ട് അല്ലേ, കുറുമാലി പുഴ. നമ്മുടെ അടുത്ത കൂടെ അങ്ങനെ ഒഴുകി പോവുകയാണെന്ന് അറിയാലോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഉള്ള കാരണം കിണറ്റിലൊക്കെ വെള്ളം ഉണ്ട് നമുക്ക്. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ അതില്ലാണ്ട് കുറേ ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ശരീരത്തിലൊക്കെ ഇതിന് ഭയങ്കര ഡ്രൈനെസ് അനുഭവപ്പെടുന്ന സമയമാണ്. ഇതേപോലെ ഡ്രൈനെസ് അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കുകയാണ് കേട്ടോ. ഉച്ച നേരമല്ലേ. അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും ചൂട് കാഠിന്യമുള്ളപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലോ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിരുന്നത്. പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, എല്ലാവരും വെള്ളം കുടിക്കണം കേട്ടോ നന്നായിട്ട്. നമ്മൾ എത്രയും ചൂട് കൂടുന്നോ അത്രയും മൂത്രത്തിൻ്റെ അളവ് കുറയും. വിയർപ്പായി പോവുകയാണ് ചെയ്യണത് അല്ലേ? നമ്മുടെ ശരീരത്തിലെ വെള്ളം മാക്സിമം പറയാറുള്ള ഒരു 70% നമ്മുടെ ശരീരത്തിൽ വെള്ളമാണെന്നാണ് പറയണത് അല്ലേ? ശരീരത്തിൻ്റെ നമ്മുടെ ശരീരം നമ്മുടെ ആർട്ട് ഓഫ് ലിവിങ്ങിൽ ഞങ്ങൾ യോഗ ചെയ്യുമ്പോൾ പറയുകയാണ്, നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണെന്ന് പറയുക. ഒരു നല്ല ഒരു സമ്മാനമാണ് നമുക്ക് ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരത്തിന് നമ്മൾ നന്നായിട്ട് കാത്ത് സൂക്ഷിക്കണം. മാത്രമല്ല ഇതിനെ നമ്മൾ ആദരിക്കണം, ഇതിനെ ബഹുമാനിക്കണം, ഇതിനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ ഈ ശരീരത്തിനെ. കാരണം മനുഷ്യ ജന്മം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ജന്മങ്ങളുടെ നമുക്കറിയാം. ചുറ്റും നോക്കിയാൽ ഒരുപാട് ജീവജാലങ്ങളെ കാണാം. അതിന് എത്രയോ മഹത്തായ ഒരു ജന്മമല്ലേ മനുഷ്യജന്മം എന്ന് പറയുന്നത്. ആ മനുഷ്യജന്മം വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ് നമുക്ക്. അപ്പോൾ പറയാണ് ഈ ഗുരുജി നമ്മുടെ എന്നും പറയും, യോഗയിൽ പറയും, നമുക്ക് ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി തന്നിട്ടുള്ള ഒരു മഹത്തായ ഒരു സമ്മാനമാണ്, ഒരു ഗിഫ്റ്റാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഇതിന് അസുഖങ്ങളൊന്നും വരാതെ കേടുപാടുകളില്ലാണ്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ജീവിതകാലം മുഴുവനും ഇത് നല്ല സ്വസ്ഥമായിട്ടിരിക്കാനായിട്ട് യോഗ ചെയ്യണം തന്നെ പറയണത്. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് നമ്മുടെ ശരീരം. എന്താ പഞ്ചഭൂതങ്ങൾ എന്ന് വെച്ചാൽ പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം. പൃഥിവി എന്ന് വെച്ചാൽ ഭൂമിയാണ്. ഭൂമിയിലും മണ്ണാണ് അല്ലേ? അപ്പം മണ്ണ് കൊണ്ട് തന്നെയാണ് നമ്മൾ നിർമ്മിച്ചേക്കണമെന്നാണ് പറയണത്. നമ്മളെന്ന് മാത്രമല്ല ലോകത്തിലെ എല്ലാ സാധനങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് മണ്ണിൻ്റെ അംശം ഉണ്ട് അത്ര. പൃഥിവി തത്വം ഉണ്ട് ഇതിന്. പിന്നെ അടുത്തത് പറയുന്നത് വെള്ളം. നമ്മുടെ ശരീരത്തിൽ 60% അല്ലെങ്കിൽ 70% ജലാംശമാണ്. ഈ ജലാംശം ഉള്ളപ്പോൾ മാത്രമേ ഈ ശരീരത്തിന് ഭംഗി ഉണ്ടാവുള്ളൂ, ഈ ശരീരം ശരിക്കും നിലനിൽക്കുള്ളൂ, ശക്തി ഉണ്ടാവുള്ളൂ. ഭംഗി മാത്രമല്ല ശക്തി ഉണ്ടാവുള്ളൂ. ജോലി ചെയ്യാനുള്ള മസിൽസിനൊക്കെ നല്ല ഭംഗി, കരുത്തും ശക്തിയൊക്കെ ഉണ്ടാവണമെങ്കിൽ വെള്ളം കുടിക്കണം നമ്മൾ ധാരാളം. അപ്പോൾ വെള്ളം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. എങ്ങനെ നഷ്ടപ്പെടുന്നു? വിയർപ്പായിട്ട് നഷ്ടപ്പെടുന്നു, മൂത്രമായിട്ട് നഷ്ടപ്പെടുന്നു, അങ്ങനെ പലതരത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മൾ ശരീരത്തിനെ ശുദ്ധീകരിക്കേണ്ടതാണ് കേട്ടോ. വിയർപ്പായിട്ട് വെറുതെ പോണതല്ല. ശരീരത്തിലെ രക്തത്തിന് ശുദ്ധീകരിക്കുമ്പോൾ വെള്ളമൊക്കെ കുറേ പോകുന്നു. പകരം നമ്മൾ അത്രയും നല്ല ശുദ്ധമായ വെള്ളം കുടിക്കണം, നിർബന്ധമായിട്ടും കുടിക്കണം. അതുപോലെ 2 നേരം കുളിക്കണം. ശരീരത്തിന് മിതമായ രീതിയിൽ ഊഷ്മാവ് ക്രമീകരിക്കാനായിട്ട് രാവിലെയും വൈകുന്നേരവും കുളിക്കണത് നല്ലതാണ്. പച്ച വെള്ളത്തിൽ കുളിക്കാണ്ട് ഏറ്റവും ഉത്തമം. തണുപ്പുള്ള കാലമാണെങ്കിൽ മാത്രം ചൂടുവെള്ളത്തിൽ കുളിക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കുളിക്കണം. കുളി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. നമ്മൾ വെള്ളം കുടിക്കും വേണം, മറ്റുള്ളവർക്ക് കൊടുക്കും വേണം, കുടിപ്പിക്കും വേണം. ആ വെള്ളം അങ്ങനെ കുടിച്ചാൽ മാത്രമേ നമ്മുടെ രക്തം ശുദ്ധിയാവുള്ളൂ. രക്തശുദ്ധിയായാൽ നമുക്ക് ജീവിക്കാനുള്ള എനർജി കിട്ടുള്ളൂ, രോഗങ്ങൾ ഉണ്ടാവാണ്ടിരിക്കുള്ളൂ, രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുള്ളൂ. വെള്ളം കുടിക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വരൾച്ച അനുഭവപ്പെടും. കൈ, കാലുകൾ, മുഖം, തൊലി ഒക്കെ ചുളിവ് വരും. മസിൽസൊക്കെ ചുളിഞ്ഞു പോയാൽ നമ്മളുടെ സൗന്ദര്യം പോകും. മസിൽസിന് ശക്തി ഇല്ലെങ്കിൽ ശരിക്കും നടക്കാനോ നിൽക്കാനോ പോലും പറ്റില്ല.
വെള്ളം അനിവാര്യമായ ഘടകമാണ്, അത് ശുദ്ധമായ ജലം. ഒരു ദിവസത്തിൽ ഡോക്ടേഴ്സ് പറയാം മിനിമം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ എന്നാണ് പറയണത്. അപ്പം അത് ഒരു കാരണവശാലും അത് നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പോൾ വെള്ളം നമ്മുടെ അടുത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഞാനിവിടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാനൊരു ഫസ്റ്റ് തന്നെ പല്ല് തേപ്പ് കഴിഞ്ഞാൽ 1 കപ്പ് വെള്ളം എന്ന് വെച്ചാൽ 300 ml വെള്ളം കുടിക്കും. 1 കപ്പ് വെള്ളം കുടിക്കും. ആ വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശരീരശുദ്ധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ യോഗ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് 1 കപ്പ് വെള്ളം കുടിക്കും. യോഗ കഴിഞ്ഞ് പിന്നെ സാധാരണ രീതിയിൽ വരുമ്പോൾ പിന്നെയും കുടിക്കും. പിന്നെ ചായ, കാപ്പി, കഞ്ഞി അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കുടിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. യാത്ര പോവുകയാണെങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളം കൈ പിടിക്കുക, എന്നിട്ട് കുടിക്കുക. ഒന്നും നിങ്ങൾ അതിനൊരു ഉപേക്ഷ വരുത്താൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുടിക്കുക, അല്ലാണ്ട് ഒറ്റയടിക്ക് കുറേ കുടിക്കണം ഞാൻ പറയില്ല. രാവിലെ കുടിക്കണം കേട്ടോ നന്നായിട്ട്. ശരീര സൗന്ദര്യത്തെയും ആരോഗ്യത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വെള്ളം. പിന്നെ ആഹാരമാണ് കേട്ടോ. ആഹാരം മിതമായ രീതിയിൽ കഴിക്കണം. അധികം കഴിച്ച് ശരീരം ദുർമേധസ് വരുത്തരുത്. തീരെ കഴിക്കാണ്ടിരുന്ന ശരീരം ചൊക്കിച്ചുളിയാനും പാടില്ല. പാകത്തിന് ഭക്ഷണം കഴിച്ചിരിക്കണം. അതിലെന്തൊക്കെ വേണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ വായുവാണ് 3ാമത്തെ ഘടകം. അപ്പോൾ ശരീരത്തിൽ പൃഥിവി തത്വം കഴിഞ്ഞു, ജലതത്വം കഴിഞ്ഞു, അടുത്തത് വായുവാണ് കേട്ടോ. വായു എന്ന് വെച്ചാൽ നമുക്കറിയാലോ, വായു ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു വായുവിനെ ഉള്ളിലേക്ക് എടുത്തിട്ടാണ് ജനിക്കണത് അല്ലേ. ആദ്യത്തെ വായുവിനെ എടുക്കണത് ജനിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഫസ്റ്റ് വായുവിനെ എടുക്കും, ആദ്യത്തെ ശ്വാസം എടുക്കും. പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അറിയണേ ഇല്ല. നമ്മൾ വർത്തമാനം പറയുന്നു, ചിരിക്കുന്നു, പഠിക്കുന്നു, ഉറങ്ങുന്നു, കളിക്കുന്നു, ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു സെക്കൻഡ് പോലും ശ്വാസോച്ഛ്വാസം ചെയ്യാണ്ട് ഇരിക്കണില്ല. ഇത് അവസാനത്തെ ഒരു ദിവസം മാത്രമാണ് അത് നിൽക്കണുള്ളൂ. അപ്പം നമ്മൾ ആ എടുത്ത ശ്വാസത്തെ പൂർണ്ണമായും പുറത്തേക്ക് വിടുന്നു. അതോടുകൂടി നമ്മൾ കഴിഞ്ഞു. അപ്പം നിങ്ങൾ അറിയണുണ്ടോ ഇതിങ്ങനെ ശ്വാസത്തിനെ കുറിച്ചിട്ട്? അപ്പോൾ ഇനി ഈ ശ്വാസം എങ്ങനെ ആയിരിക്കണം എന്ന് ആലോചിച്ച് നോക്കൂ. ശ്വാസം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വായുവാണ് നമുക്ക് ശ്വസിക്കേണ്ടത്. ശുദ്ധമായ വായു ശ്വസിക്കണമെങ്കിൽ നമ്മൾ എന്തെന്തേ വേണമെന്നറിയോ? നമ്മുടെ പരിസരമൊക്കെ ശുചിയായിട്ടിടണം. ധാരാളം സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാവണം. അതാണല്ലോ നമുക്ക് ഓക്സിജൻ തരുന്നത്. അപ്പോൾ ചുറ്റും ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കുക. വാഴയായാലും തെങ്ങായാലും കവുങ്ങായാലും പുളിയായാലും അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാ തരത്തിലുള്ള മരങ്ങളും എന്ന് പറയാം. ഞാൻ കുറച്ച് മരത്തിൻ്റെ പേര് പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ വീടിൻ്റെ ചുറ്റും, വീടിൻ്റെ മുകളിലേക്ക് ആവരുത്, ഇത്തിരി നീങ്ങിയിട്ട് ചുറ്റും മരങ്ങൾ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കണം. അങ്ങനെ അവർ നമുക്ക് നല്ല ശുദ്ധമായ ഓക്സിജൻ പ്രദാനം ചെയ്യും. അങ്ങനെ നമ്മൾ നല്ല ശുദ്ധമായ വായു നമുക്ക് ശ്വസിക്കാൻ പറ്റും. അന്തരീക്ഷത്തിൽ വായു ഉണ്ട്, ഓക്സിജൻ ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, നൈട്രജൻ, ഒരുപാട് ഘടകങ്ങളുണ്ട് വായുവിന് അല്ലേ. അതിൽ ഓക്സിജനാണല്ലോ നമുക്ക് ശ്വസിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം പുക, അതുപോലെ പരിസര മലിനീകരണം ഉണ്ടാവാതിരിക്കുക, സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് ചീഞ്ഞ് ദുർഗന്ധം വമിക്കാതിരിക്കാനായിട്ട് പരിസരമൊക്കെ ക്ലീനായിട്ടിടുക. എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ മണ്ണിൻ്റെ അടിയിലേക്ക് കുഴിച്ചു മൂടുക. തീ കത്തിച്ച് പുക മലിനീകരണം ഉണ്ടാവാൻ പാടില്ല. ആ പുക കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് ശ്വസിച്ചാൽ നമുക്ക് കൂടുതൽ അസുഖം വരും, ഉറപ്പാണ്. പിന്നെ അടുപ്പ് കത്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർ ഈ പുകയില്ലാത്ത അടുപ്പ് എന്ന സാധനമുണ്ട്, അത് കത്തിക്കുകയാണെങ്കിൽ അടുക്കളയിലൊന്നും പുകയുണ്ടാവില്ല. അത് പുറത്തെ കുഴലിക്കൂടെ അങ്ങനെ മുകളിലേക്ക് പൊക്കോളും. കുറച്ച് ഞങ്ങൾ അടുപ്പിൽ കത്തിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീടിന് ചുറ്റുമുള്ള മരങ്ങളുടെ വിറകും പട്ടയും പാളയും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കത്തിക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അത് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടാൻ പോണത്, നമുക്ക് ഇന്ധനം കിട്ടുകയാണ് ആഹാരം പാകം ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ വെണ്ണീർ കിട്ടുകയാണ്, അത് വളമായിട്ട് എടുക്കാം. പിന്നെ അതെടുത്ത് കത്തിക്കുമ്പോൾ നമ്മുടെ പരിസരം വൃത്തിയാവും ചെയ്യും. അപ്പോൾ 3-4 ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ. പൃഥിവി, അപ്പ്, തേജസ് 4, ഭൂമി അതായത് മണ്ണ്, പിന്നെ വെള്ളം, പിന്നെ വായു. പിന്നെ അടുത്താണ് തേജസ്. തേജസ് ചൂടാണ് കേട്ടോ. ചൂട് എന്ന് വെച്ചാൽ ചൂട് നമുക്ക് വേണമല്ലോ. തണുപ്പ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നല്ല ശൈത്യമായ രീതിയിലാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ചൂട് വേണം. ചൂടിന് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് സൂര്യൻ തന്നെ, സൂര്യപ്രകാശമാണ് ഏറ്റവും നല്ല ചൂടിനുള്ള ഒരു
മാർഗം. ഇപ്പോൾ സൂര്യപ്രകാശം കിട്ടാവുന്ന രീതിയിലുള്ള ജനലകൾ, വായു പ്രവേശിക്കുന്ന രീതിയിലുള്ള ജനലകൾ, വാതിലുകളൊക്കെ നമ്മുടെ വീടിന് വെച്ചിട്ടുണ്ടാവണം. നമുക്കറിയാലോ. പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിലൊക്കെ കൊള്ളുക. വെയിൽ കൊള്ളണം, നല്ലതാണ്. വെയിൽ കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വൈറ്റമിൻ ഡി ധാരാളം കിട്ടും അല്ലേ. വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങളെന്നറിയോ? എല്ലിന്, പല്ലിന്, തലമുടിക്കൊക്കെ കുഴപ്പമാണ് അല്ലേ. അതുകൊണ്ട് നല്ല 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 എല്ലുകളുടെ ശക്തിക്കും പല്ലുകളുടെ ശക്തിക്കും തലമുടി വളരാനും, അതുപോലെ നമുക്ക് ഈവൻ പറയുകയാണെങ്കിൽ മനസ്സിനുള്ള ഒരു ശക്തി കിട്ടാനും ഒക്കെ ഒരു വിറ്റാമിൻ ഡി ധാരാളം വേണമെന്നാണ് പറയണത്. അപ്പം വിറ്റാമിൻ ഡി കിട്ടാനായിട്ട് വെയിൽ കൊള്ളണം, അത് ചൂട് വേണം. അപ്പോൾ ചൂട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്, അതാണ് അഗ്നി. അപ്പോൾ പൃഥിവി, വെള്ളം, തേജസ്, വായു, കാറ്റ്. വായു, ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശം കാണാം അല്ലേ. അങ്ങകലെ നീലാകാശം കാണാം, നീലാകാശത്തിൽ വെള്ളമേഘങ്ങൾ കാണാം. ഇതൊക്കെയുണ്ട്. ഒന്നുമില്ലാത്തൊരു സ്ഥലത്തിനാണ് ആകാശം എന്ന് പറയുക. ഒന്നുമില്ലാത്ത സ്ഥലത്തിനെ ആകാശം എന്ന് പറയുക. അതായത് ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ആകാശമില്ല, എൻ്റെ ഇപ്പുറത്ത് ആകാശമുണ്ട്. നമ്മൾ ഇങ്ങോട്ട് നീങ്ങിയാൽ നമ്മളിരുന്ന സ്ഥലത്ത് ആകാശമായി. അതാണ് ആകാശം എന്ന് പറഞ്ഞാൽ. ആകാശ തത്വം എന്ന് വെച്ചാൽ ഇത് ആത്മാവാണെന്നാണ് പറയണത്. അപ്പോൾ ഈ നമ്മളുടെ ഉള്ളിലും അങ്ങനെ കുറേ സ്പേസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്, ഒട്ടും ഇല്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. ഉദാഹരണം നമ്മളുടെ അന്നനാളത്തിലൊന്നുമില്ല, അത് പോണ വഴിയിൽ ഒന്നുമില്ല. അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആഹാരം ഇങ്ങനെ ഇറങ്ങിപ്പോണത്. അത് ഇവിടെ തൊട്ട് നമ്മുടെ വായ തൊട്ട് അത് അവസാനിക്കുന്നത് വരെ വെറും ശൂന്യമായ ഒരു സ്ഥലം ഇതാണ്. കുഴൽ പോലെയാണ്, അതായത് ഓടക്കുഴൽ പോലെയാണ്. നമ്മുടെ അന്നനാളം പോലെ തന്നെ ശ്വാസനാളായാലും അങ്ങനെ തന്നെ അതും സ്പേസ്, അവിടെ ഒന്നുമില്ല, ആകാശതത്വമാണ് അതവിടെ. അപ്പം അതിന് ആ ഭാഗങ്ങൾ ക്ലിയർ ആയിട്ടിരിക്കാനായിട്ട്, അവിടെയും ക്ലിയർ ആയിട്ടിരിക്കാനായിട്ട് ഈ പറഞ്ഞ ആഹാരവും ശ്വാസോച്ഛ്വാസവും വെള്ളവും ഒക്കെ അതിനെ ശുദ്ധീകരിക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ രക്തക്കുഴലുകൾ ശുദ്ധീകരിക്കാനായാലും, നമ്മുടെ അന്നനാളം ശുദ്ധീകരിക്കാൻ അന്നനാളം, അന്നം പോകുന്ന വഴി ശുദ്ധീകരിക്കാനായാലും, ശ്വാസനാളം ശുദ്ധീകരിക്കാനായാലും നമുക്ക് ഈ പറഞ്ഞ വെള്ളത്തിൻ്റെയും വായുവിൻ്റെയും തേജസ്സിൻ്റെയും ഒക്കെ ആവശ്യമുണ്ട്. അതിനൊക്കെ ഏറ്റവും കിട്ടാൻ നല്ല മാർഗ്ഗമാണ് ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ശ്വസന പ്രക്രിയയായിട്ടുള്ള കുറച്ച് യോഗകളുണ്ട്. ഉദാഹരണമായിട്ട് ഭസ്ത്രിക, നമ്മുടെ ചെസ്റ്റ്, ശ്വാസകോശങ്ങളിലുള്ള മാലിന്യങ്ങളെ പെട്ടെന്ന് പുറത്തേക്ക് തള്ളുന്നതാണ് ഭസ്ത്രിക എന്ന് പറയുന്നത്. ഇങ്ങനെ മുകളിൽ കൈയാക്കിയിട്ട് ശ്വാസം മുകളിലേക്ക് ശക്തിയിൽ വലിച്ചിട്ട് പുറത്തേക്ക് ശക്തിയിൽ വിടുക. അപ്പോൾ നമ്മുടെ ശ്വാസകോശം ക്ലിയർ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ശ്വാസകോശം ക്ലിയർ ആയാൽ നമുക്ക് ശ്വാസം മുട്ട് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, കഫക്കെട്ട് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് നാഡീശോധന പ്രാണായാമം. അതൊരു ശ്വസന പ്രക്രിയയാണ്. 2 മൂക്കിലൂടെ ആദ്യം ഉള്ളിലേക്ക് വായു എടുത്ത് ഒരു മൂക്ക് അടച്ചു പിടിച്ച് മറ്റേ മൂക്കിൽ കൂടെ ശ്വാസം മെല്ലെ ദീർഘമായ ശ്വാസം വളരെ സ്ലോവിൽ അങ്ങനെ വലിച്ച് വളരെ പുറത്തേക്ക് കളയുക. വീണ്ടും ആ മൂക്കിൽ കൂടെ എടുക്കുക, പുറത്തേക്ക് കളയുക. അങ്ങനെ പറയുക നാഡീശോധന പ്രാണായാമം, നാഡീശുദ്ധി പ്രാണായാമം എന്നും പറയും. നമ്മുടെ നാഡികൾ, ശരീരത്തിലുള്ള ഞരമ്പുകളൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മുടെ ശരീരത്തിൽ 72,000 നാഡികളുണ്ട്. 36,000 ഞരമ്പുകൾ ഇടതുഭാഗത്തും 36,000 ഞരമ്പുകൾ വലതുഭാഗത്തും ഉണ്ട്. ഇതിന് പറയുക പിംഗള എന്നാണ് പറയുക. പിംഗള തുടങ്ങിയിട്ടുള്ള നാഡികളാണ്. ഈ നാഡികൾ കുഞ്ഞ് ചെറിയ സൂക്ഷ്മങ്ങളായ നാഡികളാണ്. ഇവ ശുദ്ധിയാവാനായിട്ടുള്ള ഒരു പ്രക്രിയയാണ്, ഒരു ശ്വസന പ്രക്രിയയാണ് നാഡീശോധന പ്രാണായാമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് പ്രാണായാമങ്ങളുണ്ട്. ആ പ്രാണായാമം എന്ന് വെച്ചാൽ വായുവിനെ കൊണ്ട് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതാണ്. ഇതൊക്കെ ചെയ്യാനാണ് യോഗ ചെയ്യണത്. നമ്മൾ മസിൽസിന് ബലം കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ശാരീരികമായിട്ടുള്ള എക്സർസൈസസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ യോഗയിൽ ചെയ്യണതാണ് കേട്ടോ. അത് ഞാനിങ്ങനെ ഇവിടേക്ക് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം, നമ്മൾ ശ്വസന പ്രക്രിയ ചെയ്യണം, നല്ല ആഹാരം കഴിക്കണം. നല്ല ആഹാരം എന്ന് വെച്ചാൽ ശുദ്ധമായ വിഷപദാർത്ഥങ്ങൾ കലരാത്ത ആഹാരം, ഇലക്കറികൾ,
പച്ചക്കറികൾ, പഴങ്ങൾ ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ ശരീരം ഭംഗിയുള്ളതും ആരോഗ്യമുള്ളതുമായിട്ട് ഇരിക്കും. പിന്നെ നമ്മൾക്ക് പോരാത്ത എന്തെങ്കിലും ഞാൻ പറഞ്ഞു വെയിൽ കൊണ്ടാൽ വിറ്റാമിൻ ഡി കിട്ടും. പിന്നെ കാൽസ്യം തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കിട്ടാനായിട്ട് മുട്ട തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാം. നോൺ വെജ് കഴിക്കാം. ശരീരത്തിലേക്ക് അത്യാവശ്യമായ ഒരു ഘടകമാണ് പ്രോട്ടീൻ. അത് കിട്ടണമെങ്കിൽ പയറുവർഗ്ഗങ്ങളാണ് കഴിക്കേണ്ടത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഞാനിന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അത് ചൂടിൻ്റെ ശക്തി കൊണ്ട് പറഞ്ഞു പോയി തന്നെ വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കണം. 2 നേരം കുളിക്കണം. ശരീരം 2 നേരം കുളിച്ചാൽ അത്രയും നല്ലതാണ്, നമുക്ക് സുഖമാണ്. പറയുമല്ലോ, കുളി എന്ന് പറഞ്ഞാൽ കുറേ ഗുണങ്ങളുണ്ട്. സ്നാനം നാമ മനഃപ്രസാദജനം. മനസ്സിന് നല്ല പ്രസാദം ഉണ്ടാവും, മനസ്സിന് സന്തോഷം ഉണ്ടാവും. ദുസ്വപ്ന വിധ്വംസനം. ദുസ്വപ്നങ്ങളൊന്നും കാണില്ല. കുളിച്ചിട്ട് കിടന്നുറങ്ങിയാൽ ഒരു ദുസ്വപ്നം കാണില്ല, നല്ല ഉറക്കം കിട്ടും. സ്നാനം നാമ മനഃപ്രസാദജനനം ദുസ്വപ്ന വിധ്വംസനം ശൗചസ്യ ആയതനം. ശൗചത്തിൻ്റെ ഇരിപ്പിടാണ്, ശുചിത്വത്തിൻ്റെ ഇരിപ്പിടാണ്. മലാപഹരണം, മാലിന്യത്തെ അപഹരണം ചെയ്യുന്നതാണ്. പിന്നെ സംവർദ്ധനം തേജസ്സഹ. തേജസ്സിന് സംവർദ്ധനം ചെയ്യും, തേജസ് വർദ്ധിപ്പിക്കും. പിന്നെ രൂപദ്യോതകരം. രൂപം സൗന്ദര്യത്തെ ദ്യോതിപ്പിക്കും, ജ്വലിപ്പിക്കും. നല്ല സൗന്ദര്യം ഉണ്ടാവും കുളിച്ചാൽ. പിന്നെ രൂപദ്യോതകരം ഗതപ്രശമനം. രോഗങ്ങളൊക്കെ രോഗങ്ങൾക്ക് കുറവ് വരും. കുളിച്ചാൽ തന്നെ നമ്മുടെ പകുതി രോഗങ്ങൾ മാറുന്ന പറയുക. ഗതപ്രശമനം. പിന്നെ കായാഗ്നി സന്ദീപനം. കായത്തിൻ്റെ അഗ്നി. കായം ശരീരമാണ്, ശരീരത്തിലുള്ള അഗ്നിയുണ്ട്. കായാഗ്നി ജഠരാഗ്നിയാണ് കേട്ടോ പറയണത്. കായത്തിലുള്ള ശരീരത്തിലുള്ള അഗ്നി വെച്ചാൽ വയറ്റിനുള്ളിലുള്ള അഗ്നിയാണ് ജഠരാഗ്നി. വിശപ്പ് വർദ്ധിപ്പിക്കാനുള്ളതാണത്. കുളിച്ചാൽ ആ വിശപ്പൊക്കെ ഉണ്ടാവും. കായാഗ്നി സന്ദീപനം. പിന്നെ നാരീണാം ച മനോഹരം. നാരിമാർക്കൊരു മനോഹരമാണ്. നാരിമാരുടെ മനസ്സിനെ, സ്ത്രീകളുടെ മനസ്സിനെ ആകർഷിക്കുന്നതാണ്. എന്ന് വെച്ചാൽ കുളിച്ച ആൾക്കാരെ മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. കുളിക്കാണ്ട് വൃത്തിയില്ലാണ്ട് കാണുന്നാൽ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. ശ്രമഹരം. ശ്രമം എന്ന് വെച്ചാൽ ക്ഷീണമാണ്, ക്ഷീണത്തെ ഹരിക്കുന്നതാണ്. ഇങ്ങനെ 10 ഗുണങ്ങളുണ്ട്. സ്നാനേ ദശൈതേ ഗുണാഹ എന്നാണ് പറഞ്ഞത്. ഒരു ശ്ലോകമുണ്ട്. സ്നാനം നാമ മനഃപ്രസാദജനനം ദുസ്വപ്ന വിധ്വംസനം ശൗചസ്യായതനം മലാപഹരണം സംവർദ്ധനം തേജസഃ രൂപദ്യോതകരം ഗതപ്രശമനം കായാഗ്നിസന്ദീപനം നാരീണാം ച മനോഹരം ശ്രമഹരം സ്നാനേ ദശൈതേ ഗുണാഹ. അപ്പോൾ ഈ ചൂട് കാലത്ത് എല്ലാവരും നന്നായിട്ട് കുളിക്കണം, നന്നായിട്ട് കുടിക്കണം. കുടിക്കുക മീൻസ് വെള്ളം കുടിക്കണം, വെള്ളത്തിൽ കുളിക്കണം. പിന്നെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്തുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചൂടിനെ പറ്റിയിട്ടാണ് എൻ്റെ ഇന്നത്തെ ഈ ടോപ്പിക് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവേണ്ടിയിരിക്കില്ല, ഇതൊക്കെ ചെയ്താൽ നല്ലതാണേ. ഓക്കെ, നോക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഭയങ്കര സ്പീഡിലാണ് പറഞ്ഞത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് വളരെ വളരെ സ്പീഡിലാണ് പറഞ്ഞത്. നിങ്ങൾക്കിത് ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നു. ദിവസവും ഇതൊക്കെ അനുവർത്തിച്ച് നല്ലതാണ്. ഇത് മനസ്സിലാക്കിയിരുന്നത് നല്ലതാണ്. അതനുസരിച്ച് പെരുമാറുക. ഓക്കെ, ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞോളൂ. ഇഷ്ടമായാലും പറഞ്ഞോളൂ. ഓക്കെ.